നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാക്കനാട് DLF ഫ്ളാറ്റ് നിവാസികൾക്ക് രോഗബാധ. 25 കുട്ടികളടക്കം 350 പേർ ചികിത്സ തേടി. രോഗബാധ കുടിവെള്ളത്തിൽ നിന്നെന്ന് സംശയം. കളമശ്ശേരി നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനി. കൊല്ലം അഞ്ചൽ വയലായിൽ വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് അലയമൺ സ്വദേശി. അപകടം ബസ് ബൈക്കിലിടിച്ച്. കോഴിക്കോട് കാരന്തൂരിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 35 പവനും പണവും നഷ്ടമായി. അടൂർ വെള്ളാരംകുന്ന് ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചിയിൽ നിന്ന് പണം കവർന്നു. കൊച്ചി പനമ്പിള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. കായംകുളത്ത് മദ്യലഹരിയിൽ യുവാവ് സഹോദരനെ കുത്തിക്കൊന്നു. പ്രതി ഷാജഹാൻ പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് ഗൃഹനാഥൻ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ. മലപ്പുറം നാടുകാണിച്ചുരത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കാർ തകർക്കാൻ ശ്രമം. മണ്ണാർക്കാട് പൂഞ്ചോലയിൽ പുലിയുടെ ജഡം കണ്ടെത്തി. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സയിൽ. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധയുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് സംശയവുമുണ്ട്. ആരോഗ്യവകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചു. രാധാമണി പിള്ള തൃക്കാക്കര ചെയർപേഴ്സൺ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നുമാണ് ഫ്ളാറ്റ് പ്രസിഡന്റ് മധുസൂദനന്റെ പ്രതികരണം. വെള്ളത്തിന്റെ തന്നെ പ്രശ്നമാണ്. വെള്ളം നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തുകാര് DMO എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിന്റെ 2 ഡോക്ടേഴ്സ് എല്ലാവരും ഇന്നലെ ചെന്ന് നമ്മൾ ടാങ്കുകളൊക്കെ പരിശോധിച്ചു. റിസൾട്ട് കിട്ടാൻ ഇച്ചിരി വൈകും. പിന്നെ ഇവര് ഈ ടാങ്കിലെ വെള്ളം കൂടാതെ ജാറിൽ ഒരു 10-12 പേരെങ്കിലും ലോറിക്കവിടെ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ജാറിൽ വെള്ളം പല സ്ഥലത്തുനിന്നും വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒരു 10-700 എണ്ണമെങ്കിലും ദിവസം അവിടെ വരണുണ്ടെന്നാണ് അതിന്റെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. അത് എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടാങ്ക് എത്ര ക്ലീൻ ആണേലും ഇവര് താഴേന്നാണ് ഈ മഴവെള്ള സംഭരണിയിലോട്ട് ഈ വെള്ളം കൊണ്ടുപോകണത്. അപ്പൊ മഴ പെയ്തപ്പോ അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. താഴെത്തട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായി. ഒരാൾ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇതില് പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെയും റിസൾട്ട് 10 ദിവസം ഓൾഡാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ടുഡേ. ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്. ഐ എം നോട്ട് സെയിങ് there is no contamination. There was a contamination that has been sorted out. എന്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. It will take me 7 days to get. In the meantime, I am trying to get private agencies who are reliable to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. All are stable. There is no critical case as at present. ഇക്കോളിൽ ബാക്ടീരിയ ആണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നെന്ന് ഫ്ളാറ്റിലെ താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ്. കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ അസോസിയേഷന് വീഴ്ച സംഭവിച്ചു. മെയ് മാസത്തിൽ കുടിവെള്ളത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കോളിൽ സ്ഥിരീകരിച്ചതെന്നും ഹരീഷ് പറഞ്ഞു. ഈ പ്രശ്നം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനി ഛർദിയാണ് തുടങ്ങിയത്. പിന്നെ വയറിളക്കും. ഇങ്ങനെ തുടങ്ങിയത് ഓരോ കേസുകളായി. പിന്നെ അത് കൂടി. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് എത്തിയത്. ഒരു ഫ്ളാറ്റിൽ തന്നെ 2-3 ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ്. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്വളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിൽ 35 അപ്പാർട്ട്മെന്റ് എഫക്റ്റഡാണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എഫക്റ്റഡ് ആണ്. അത് കണക്ക് 300 അതിൽ കൂടുതലാണ്. ഇന്നലെ സൺറൈസിലെ സൂപ്രണ്ടിന്റെ മെസ്സേജ് പ്രകാരം മിഞ്ഞാന്ന് 42 ആൾക്കാരാണ് മിഞ്ഞാന്ന് മാത്രം അവിടെ പോയിട്ടുള്ളതും അഡ്മിറ്റ് ആയിട്ടുള്ള പകുതി ആൾക്കാർ. അപ്പൊ ഇത് എങ്ങനെയാണ് വന്നത്? ടാങ്കർ വാട്ടറിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കിണറിലെ വെള്ളത്തിൽ നിന്നാണോ, അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുമില്ല. ഇത് സിറ്റുവേഷൻ ഇത്തിരി ഒരു പാനിക്കാണ്. പാനിക്കല്ല, എല്ലാവരും ഓക്കെയാണ്, എവരിത്തിങ് അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളതല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്.
ഫ്ളാറ്റിലെ ഒരാൾ നടത്തിയ പരിശോധനയിൽ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുതന്നെയാണോ ഇത്രയും പേർക്ക് അസുഖം വരാൻ കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കളക്ടർ DMOയോട് റിപ്പോർട്ട് തേടി. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവയ്ക്കും. നവമി, ഈ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ വിഷബാധ ഉണ്ടായതെന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ആയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ശരിക്കും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും രോഗബാധ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ 3 പ്രധാനപ്പെട്ട സോഴ്സുകളാണുള്ളത്. ഒന്ന് ഇവിടുത്തെ കിണർ, ഫ്ളാറ്റുകളിലെ കിണർ, മറ്റൊന്ന് മഴവെള്ള സംഭരണി, 3 പുറത്തു നിന്ന് കൊണ്ടുവരുന്ന വെള്ളം. ഈ 3 പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഫ്ളാറ്റുള്ള താമസക്കാർ വെള്ളമെടുക്കുന്നത്. പക്ഷേ ഇതിൽ ഏതിൽ നിന്നാണ് ഇവർക്ക് ഈ രോഗബാധ ഉണ്ടായതെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 3 ഇടങ്ങളിലെയും 3 സ്രോതസ്സുകളിലെ വെള്ളം ശേഖരിച്ച് അത് റിപ്പോർട്ട് അതിന്റെ ലാബിൽ ടെസ്റ്റിനായി അയച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ആ റിസൾട്ട് വരും. അതിനുശേഷം മാത്രമേ എവിടെ നിന്നാണ് ഇവർക്ക് ഈ കൃത്യമായി രോഗം പിടിപെട്ടതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മെയ് മാസത്തിൽ തന്നെ ഈ രോഗം ബാധിച്ച, അതായത് സമാനമായ പനിയും വയറിളക്കവും ഛർദിലും ബാധിച്ച ഒരു രോഗി ആശുപത്രിയിൽ പോയി ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ കോളിംഗ് ബാക്ടീരിയയാണ് രോഗകാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. അന്ന് തന്നെ ഈ അസോസിയേഷൻ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷെ വേണ്ട മുന്നൊരുക്കങ്ങളൊന്നും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊന്നും അസോസിയേഷൻ ഈ താമസക്കാർക്ക് നൽകിയിട്ടില്ല എന്ന ആരോപണമാണ് ഇവിടെ താമസിക്കുന്നവർ തന്നെ നൽകുന്നത്. അതുകൊണ്ട് ഈ കോളിംഗ് ബാക്ടീരിയ തന്നെയാണ് തങ്ങളെ ബാധിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. അത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയുകയും ചെയ്യുകയുള്ളൂ. അസോസിയേഷൻ പറയുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രോഗങ്ങൾ വന്നവർക്കൊല്ല കൃത്യമായി ചികിത്സ നൽകുന്നുണ്ട്. അവർ എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൂടാതെ ഫ്ളാറ്റിലുള്ളവർ, രോഗലക്ഷണമുള്ളവരും ഫ്ളാറ്റിലുണ്ട്. അവർക്കും കൃത്യമായിട്ടുള്ള മരുന്നുകളും നിരീക്ഷണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ സംഭവം വിവാദമായതിനു ശേഷം ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് മെയ് മാസത്തിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും വേണ്ട രീതിയിൽ മുന്നൊരുക്കം നടത്താത്ത അസോസിയേഷന്റെ വലിയൊരു വീഴ്ചയെ തന്നെയാണ് താമസക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും DMOയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ഇവിടെ ചേർന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇതിലൊരു വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഫ്ളാറ്റുകാർ പോയതെന്നുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കാനായി ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 350 പേരാണ് ആശുപത്രിയിലുള്ളതെന്ന് അസോസിയേഷൻ പറയുമ്പോൾ കൂടിയും താമസക്കാർ പറയുന്നത് 400-ലധികം ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. അത് എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 25 കുട്ടികളും ആശുപത്രികളിലുണ്ട്. അവരുടെയൊക്കെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ആരോഗ്യനില ആർക്കുമില്ല. എങ്കിൽ പോലും രോഗബാധ 400-ലധികം പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും ഈ താമസക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇവിടെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം എടുക്കരുതെന്നൊരു നിർദ്ദേശമുണ്ട്. ക്ലോറിനേഷനൊക്കെ നടത്തിയെങ്കിലും ഇപ്പോൾ ആ വെള്ളം ഉപയോഗിക്കേണ്ട, പുറത്തുനിന്നും കൊണ്ടുവരുന്ന ടാങ്കുകളിൽ നിന്ന് എത്തിക്കുന്ന വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം തന്നെയാണ് ഈ ഫ്ളാറ്റുകളിലേക്ക് നൽകുന്നത്. 15ഓളം ടവറുകളുണ്ട്. അതിൽ 1250 ഫ്ളാറ്റുകളുണ്ട്. 5000-ലധികം താമസക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ 400 പേർക്കാണ് രോഗം, 400-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭവ്യ, നവമി, ഈ അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചിരുന്നു. അവരെന്താണ് പറയുന്നത്? ഈ നവമി സൂചിപ്പിച്ചതുപോലെ ഈ മെയ് മാസത്തിലടക്കം ഇത്തരത്തിലുള്ള ബാക്ടീരിയ സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ല എന്നതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നുണ്ടോ? അസോസിയേഷൻ പ്രസിഡന്റ് മധുസൂദനനാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ആദ്യം 1-2 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് ഈ കോളിനാണെന്നോ അല്ലെങ്കിൽ ഇതൊരു പകർച്ചവ്യാധിയാണെന്നുള്ള സംശയം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. 1-2 ഫ്ളാറ്റിലുള്ളവർക്ക് അസുഖം വന്നു. അത് അസ്വാഭാവികമായാണ് തോന്നിയത്. പിന്നീട് കൂടുതൽ പേരിലേക്ക്, അതും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിലാണ് ഇത്രയും പേർക്ക് രോഗം പിടിപെടുന്നത്. അപ്പോഴാണ് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായത്. പക്ഷെ ഇവിടുത്തെ വെള്ളമാണോ എന്നതിൽ കൃത്യതയില്ല. ഈ കോളിംഗ് ബാക്ടീരിയ ഒരാൾ ചെയ്ത ടെസ്റ്റിൽ നിന്നും ഈ കോളിംഗ് ബാക്ടീരിയ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വെള്ളം ഈ ടെസ്റ്റിനായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്ത് വരുന്നവരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇനി ആ വഴി ഏതെങ്കിലും വിധത്തിലുള്ള രോഗം ബാധിച്ചതാണോ എന്നൊക്കെ സംശയങ്ങൾ ഇവർ ഉന്നയിക്കും.
ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും 300 പേർക്ക് അല്ലെങ്കിൽ 400 പേർക്ക് ഇത്തരത്തിൽ രോഗം ബാധിക്കണമെങ്കിൽ അത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതാണെന്നുള്ളൊരു ന്യായീകരണത്തെ അത് അങ്ങനെ ബാധിക്കുന്നെങ്കിൽ അത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. കാരണം 300 പേർക്ക് അല്ലെങ്കിൽ 400 പേർക്ക് ഈ രോഗം ബാധിച്ചത് പുറത്തുനിന്ന് ആഹാരം കഴിച്ചതാണെന്നുള്ളൊരു ന്യായീകരണം അത് ഒട്ടും വിശ്വസനീയമല്ല. അതുകൊണ്ട് ഇവിടെയുള്ള വെള്ളത്തിൽ നിന്ന് തന്നെയാണ് രോഗം ബാധിച്ചതെന്നൊരു നിഗമനത്തിലാണ് മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും ഒക്കെ എത്തി നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടമെന്നോണം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അസോസിയേഷൻ പറയുന്നത് തങ്ങൾക്കിങ്ങനെ പകർച്ചവ്യാധി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേണ്ട മുന്നറിയിപ്പ് നൽകി കുടിവെള്ളം ചൂടാക്കിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ്. പക്ഷേ താമസക്കാർ പറയുന്നത് മെയ് മാസത്തിൽ ഇത് അറിഞ്ഞിട്ട് പോലും അവർ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം അസോസിയേഷന്റെ ഭാഗത്തു നിന്നും തങ്ങൾക്കാർക്കും നൽകിയിട്ടില്ല എന്നൊരു വാദമാണ് താമസക്കാരും ഉന്നയിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കളമശ്ശേരി നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കൂട്ട ഡെങ്കിപ്പനി. മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി പിടിച്ചത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. നഗരസഭയിലെ പല വാർഡുകളിലും ഡെങ്കി കേസുകളുടെ എണ്ണം കൂടുകയാണ്. നവമി തുടരുന്നുണ്ടെന്നാണ് കരുതുന്നത്. നവമി, ഇത്തരത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും കളമശ്ശേരി നഗരസഭയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? ഭവ്യ, കൃത്യമായി കൊതുക് നിവാരണം പോലും നടത്താത്തത് തന്നെയാണ് ഇവിടെ ഡെങ്കിപ്പനി വ്യാപകമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ മഴയ്ക്ക് ശേഷം വേണ്ട രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കൊതുക് നിവാരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ രോഗം പിടിപെട്ടതെന്നൊരു ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കളമശ്ശേരിയിലെ പല വീടുകളിലും ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുകയാണ്. പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള രീതിയിൽ ആർക്കും തന്നെ പനി ബാധിച്ചിട്ടില്ല. പക്ഷേ വീടുകളിലുമൊക്കെ നിരീക്ഷണത്തിലാണ്. വരും ദിവസങ്ങളിലൊക്കെ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറിനെ ചികിത്സ തേടണം. വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരും വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. മറ്റ് ജീവനക്കാരോടും നിരീക്ഷണത്തിലാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ പോയി കൃത്യമായി ചികിത്സ തേടണം എന്നൊരു നിർദ്ദേശം മറ്റ് ജീവനക്കാർക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു തുടങ്ങി. അവിടെ വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഭവ്യ, ശരി, നന്ദി. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നെടുമ്പാശ്ശേരിയിൽ സ്വർണം പിടികൂടി. ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പിടികൂടിയത്. 1350 ഗ്രാം സ്വർണമാണ് കണ്ടെടുത്തത്. വിപണിയിൽ 90 ലക്ഷം രൂപ വില കണക്കാക്കുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. ബഹ്റിനിൽ നിന്നും വന്ന കോഴിക്കോട് സ്വദേശി നൌഷാദിൽ നിന്നുമാണ് സ്വർണം പിടിച്ചത്. ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട്ടിൽ ഗൃഹനാഥനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. താന്നിമൂട് സ്വദേശി സതീഷ് കുമാറാണ് മരിച്ചത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണെന്നാണ് നിഗമനം. പോലീസ് അന്വേഷണം തുടങ്ങി. കായംകുളത്ത് മദ്യലഹരിയിൽ ചേട്ടൻ അനിയനെ കുത്തിക്കൊന്നു. 2ാം കുട്ടി ദേശത്തിനകം ലക്ഷം വീട് കോളനിയിൽ സാദിഖാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ഷാജഹാനാണ് സാദിഖിനെ കുത്തിയത്. സാദിഖിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പുലർച്ചയോടുകൂടിയാണ് സാദിഖ് മരിച്ചത്. ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ഡിസിസിക്ക് മുൻപിൽ വീണ്ടും പോസ്റ്റർ. ടി.എൻ. പ്രതാപനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. RSS സംഘപരിവാർ ഏജന്റാണ് പ്രതാപൻ. പാർട്ടിയെയും ജനങ്ങളെയും വഞ്ചിച്ച മുൻ എംപിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക. ഇതാണ് പോസ്റ്ററിലെ ആവശ്യങ്ങൾ. ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്റർ പതിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. 2 പേർ സ്കൂട്ടറിലെത്തി പോസ്റ്റർ പതിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. കൊല്ലം അഞ്ചൽ വയല ആലുമുക്കിൽ അപകടത്തിൽ ഒരു മരണം. അഞ്ചൽ അലയമൺ സ്വദേശി ബിജുകുമാറാണ് മരിച്ചത്. ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായിരുന്നു അപകടം. കടക്കൽ ശിവക്ഷേത്രത്തിലെ പഞ്ചവാദ്യം ജീവനക്കാരനാണ് ബിജുകുമാർ. മലപ്പുറം നാടുകാണി ചുരത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. ഒരു കുട്ടിയാന ഉൾപ്പെടെ 4 ആനകളാണ് റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ചുരം വഴി പോയ വാഹനയാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. കാട്ടാന കാർ കുത്തി മറച്ചിടാൻ ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്ന രംഗവും ദൃശ്യങ്ങളിലുണ്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം.
വണ്ടി കുത്തുണ്ട്. പണിയായി അതാണ് ചേട്ടാ. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം പൂഞ്ചോലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ പുലിയുടെ ജഡം കണ്ടെത്തി. 3 ദിവസം പഴക്കമുണ്ടെന്നാണ് നിഗമനം. ആട് മേയ്ക്കാനെത്തിയവരാണ് ജഡം കണ്ടെത്തിയത്. കോഴിക്കോട് കുന്നമംഗലത്തിന് സമീപം കാരന്തൂരിൽ വീടിന്റെ വാതിൽ തകർത്ത് മോഷണം. 35 പവൻ സ്വർണവും 4000 രൂപയും നഷ്ടമായി. കിഴക്കേ മേലെ തടത്തിൽ കൃഷോബിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വീട്ടുകാർ ഇന്നലെ വൈകുന്നേരം ആശുപത്രിയിൽ പോയതായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് മോഷണ വിവരം നടന്നത് അറിയുന്നത്. സമാനമായ രീതിയിൽ തൊട്ടടുത്ത വീട്ടിലും മാസങ്ങൾക്ക് മുൻപ് മോഷണം നടന്നിരുന്നു. പ്രതികളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഞാൻ ഗേറ്റ് പൂട്ടി, വാതിലൊക്കെ പൂട്ടി, ഗേറ്റൊക്കെ പൂട്ടി ഇവിടുന്ന് പോയതാണ് എന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇന്ന് രാവിലെ വേലക്കാരി വന്നപ്പോ അവർക്ക് വീട് വൃത്തിയാക്കാൻ വേണ്ടി തുറക്കാൻ വേണ്ടി വന്നപ്പോ ഒരു 7:30 ആകുമ്പോ ഞാൻ വന്ന് നോക്കുമ്പോ ഗേറ്റും തുറന്നെടുത്തുണ്ട്, വാതിൽ ഒക്കെ ലോക്കൊക്കെ പൊളിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അകത്ത് കയറിയപ്പോ അളുമാരിയൊക്കെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന, മുകളിലും താഴെയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്ന, അവിടെയുള്ള സ്വർണ്ണമൊക്കെ പോയിട്ടുണ്ട്. പത്തനംതിട്ട അടൂർ വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് 4 അമ്പലത്തിന് മുകളിൽ കയറാനും ശ്രമിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മുൻവശത്തെ ഗ്രില്ലും കതകിന്റെ പൂട്ടും തകർത്ത നിലയിലാണ്. ശ്രീകോവിലിനുള്ളിലെ 3 കാണിക്ക വഞ്ചികൾ പുറത്തെടുത്ത് തകർത്താണ് പണം അപഹരിച്ചത്. കൊച്ചി പാനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയവരെ ഇനിയും കണ്ടെത്താനായില്ല. മാരകായുധങ്ങളുമായി എത്തിയ കള്ളന്മാർ ഇതര സംസ്ഥാനക്കാരാണെന്നാണ് പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് വടകര ഏറാമലയിൽ കാർഷിക വിളകൾ വ്യാപകമായി വെട്ടി നശിപ്പിച്ചു. ഏറാമല സ്വദേശി മേലൂർ വിജയന്റെ ഏറാമല UP സ്കൂൾ പരിസരത്തെ കാർഷിക വിളകളാണ് പുലർച്ചെയോടെ നശിപ്പിച്ചത്. ഏറാമല UP സ്കൂൾ പരിസരത്തെ 18 സെന്റ് സ്ഥലത്തെ കാർഷിക വിളകളിൽ ഭൂരിഭാഗവും വെട്ടി നശിപ്പിച്ച നിലയിലാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു സംഭവമെന്ന് കരുതുന്നു. 45ഓളം കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴ, കവുങ്ങുകൾ, മാവ് ഉൾപ്പെടെയാണ് വെട്ടി നശിപ്പിച്ചത്. എടച്ചേരി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. വ്യക്തിവിരോധമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി കാർ യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൂടുതൽ പണവും കടത്തു സ്വർണവും ലക്ഷ്യമിട്ട് പതിവായി ആക്രമണം നടത്തുന്നവരാണെന്നും പോലീസ് പറയുന്നു. ആക്രമണത്തിന് ഇരയായവരുടെ പരാതി പരിഗണിക്കാതിരുന്ന ആലുവ കുന്നത്തുനാട് പോലീസിനെതിരെയുള്ള അന്വേഷണവും തുടരുകയാണ്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 25 സെന്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ മുഖ്യസൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ CBIക്ക് അപേക്ഷ നൽകി. മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കാനാകുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. അവയവക്കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് NIA അന്വേഷിക്കുകയാണ്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മനു, അജിൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവർ 2 പേരും ജയയെ മർദ്ദിച്ചെന്ന് പോലീസ് പറയുന്നു. ഇനി പിടിയിലാകാനുള്ളത് 2 പേർ കൂടിയാണ്. ജയയുടെ ബന്ധു ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ BJP ജില്ലാ സെക്രട്ടറി ഷാലു കുളക്കടയുടെ കാറിന് നേരെ ആക്രമണം. പിൻഭാഗത്തെ ചില്ല് എറിഞ്ഞുടച്ചു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ല് എറിഞ്ഞുടച്ച നിലയിൽ കാണുകയായിരുന്നു. രാത്രിയിൽ 1 മണിക്കൂർ പ്രദേശത്ത് വൈദ്യുതി ഇല്ലായിരുന്നു. ഈ സമയമാകാം അക്രമം നടത്തിയതെന്നാണ് നിഗമനം. രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഷാലു ആരോപിച്ചിരുന്നു. കൊട്ടാരക്കര നെടുവത്തൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക ലഭിക്കാത്തതിനെ തുടർന്ന് 5 പേർ പോലീസിൽ പരാതി നൽകി. ഇടതുമുന്നണി ഭരിക്കുന്ന ബാങ്കിൽ രേഖകളിൽ കൃത്രിമം കാട്ടി 1.25 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ എത്തിയത്. ബാങ്ക് സെക്രട്ടറി K. അശോക് കുമാർ, മാനേജർ സുജിത്, സീനിയർ അറ്റൻഡർ കല, പ്യൂൺ B. ഷാജി എന്നിവർക്കെതിരെയായിരുന്നു നടപടി. CPI മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ്
പ്യൂൺ ബി ഷാജി. കൊട്ടാരക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറുടെയും ഓഡിറ്ററുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബാങ്കിലെ സ്ഥിര നിക്ഷേപം ചിട്ടി ഇനങ്ങളിൽ നിന്നായി 1.25 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. ഇതോടെ പണം പിൻവലിക്കാനെത്തിയ നിക്ഷേപകരുടെ നേരെ ബാങ്ക് കൈമലർത്തി. നിക്ഷേപകർ അറിയാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് ചമയ്ക്കുകയും വ്യാജ ഒപ്പ് രേഖപ്പെടുത്തുകയും സ്ഥിര നിക്ഷേപ വായ്പ എടുക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ട് പറയുന്നു. നിക്ഷേപകർ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ നവംബറിലായിരുന്നു. ആ സമയത്ത് ഞാൻ പൈസ ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അവർ പൈസ തന്നില്ല. അവർ പറഞ്ഞ പൈസ കിട്ടാനുണ്ട്, ഇപ്പം പൈസ സാമ്പത്തികമായ ടൈറ്റാണ്. കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് 2 മാസം മുമ്പേ ഞാനത് ലെറ്ററും കൊണ്ടുപോയി കൊടുത്ത് പൈസയ്ക്ക് ആവശ്യപ്പെട്ടു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം നടത്തിക്കോ എന്ന് പറഞ്ഞു. അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തോന്ന് പറഞ്ഞു. ഞാനങ്ങനെ കല്യാണത്തിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തപ്പോൾ നിരന്തരം കോൺടാക്ട് ചെയ്ത് നാളെ തരാമെന്ന് പറയുന്നതല്ലാതെ കല്യാണം കഴിയുന്നവരെ തന്നില്ല. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യും പൈസ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ പൈസ കിട്ടും, നമുക്ക് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പൈസ തരാമെന്ന് പറഞ്ഞു. കല്യാണം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ 1-2 പേരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ മറിച്ച് കല്യാണം നടത്തി. പക്ഷേ ഇവരെ പറഞ്ഞ ഒരു ദിവസം പോലും എനിക്ക് ഈ വാക്ക് പാലിച്ചിട്ടില്ല. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഈ 2 പെൺകൊച്ചുങ്ങൾക്ക് മാടം വയ്ക്കണം, വീട് വയ്ക്കാനുള്ള പൈസയാണ്. അതിന് ചെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ എല്ലാം പൊളിച്ച് അത് പേരെ വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇതിന് ഞാൻ ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത് അവിടെ പൈസ ഇല്ലെന്ന്. ഇനി എന്ത് വേണം? ഇനി ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. 2022 69,50,000 രൂപയും 2023 39,25,000 രൂപയും തട്ടിയെടുത്തെന്ന് ഇടക്കാല ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. നിക്ഷേപ തുക ലഭിക്കുന്നതിനായുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. എൻ്റെ പുറകിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ അമ്മമാർ, സഹോദരങ്ങൾ എല്ലാവരും അവരുടെ മക്കളുടെ വീടിൻ്റെ നിർമ്മാണം, വിവാഹം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ളതെല്ലാം മുടങ്ങിപ്പോയി. എല്ലാം നഷ്ടപ്പെട്ടവരായി തെരുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മുമ്പിലേക്ക് വന്ന് യാചിക്കേണ്ട സ്ഥിതിയുണ്ടായി. ആ ഭരണസമിതിയിൽ ഒരു പ്രസിഡന്റിനെതിരെയോ അതിൻ്റെ ജീവനക്കാർക്കെതിരെയോ സെക്രട്ടറിക്കെതിരെയോ കളക്ഷൻ ഏജന്റിനെതിരെയോ യാതൊരു വിധമായ നടപടിയും കൊട്ടാരക്കര പോലീസോ ഈ ഗവൺമെന്റോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. 1ാം ക്ലാസ് മുതൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങും വരെ ഒരുമിച്ച് ദീർഘദൂരം ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച സഹപാഠികളുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത്. മാന്നന്നൂർ സ്വദേശികളായ രാജനും രാമചന്ദ്രനുമാണ് 1ാം ക്ലാസ്സിൽ ഒന്നായി തുടങ്ങി ഒരേ ദിവസം സർവീസിൽ നിന്നും പടിയിറങ്ങിയത്. ഒറ്റപ്പാലം മാന്നൂർ AUP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന അന്നു മുതൽ ആത്മസുഹൃത്തുക്കളാണ് പച്ചയിൽ വീട്ടിൽ രാജനും 16 പതിയിൽ രാമചന്ദ്രനും. ജീവിത സാഹചര്യങ്ങളിൽ വർഷങ്ങളോളം ഇവർ സഞ്ചരിച്ചതും ഒരേ വഴികളിൽ. ഒടുവിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നതും ഒരേ ദിവസം. സ്കൂൾ പഠനകാലവും പ്രീ ഡിഗ്രിയിലും ഇരുവരും ഒപ്പമുണ്ടായിരുന്നു. ഹൈസ്കൂൾ കാലത്ത് വഴിപിരിഞ്ഞെങ്കിലും കോളേജിൽ വീണ്ടും കണ്ടുമുട്ടി. ഔദ്യോഗിക ജീവിതത്തിലും ഒന്നിച്ചായി. KSRTC കണ്ടക്ടറും ഇൻസ്പെക്ടറുമായ ഇരുവരും ഒരേ ദിവസം വിരമിച്ചതാണിപ്പോൾ കൗതുകമാകുന്നത്. രണ്ടുപേരും ഒരുമിച്ച് മാന്നന്നൂർ UP സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുകയും തുടർന്ന് ഹൈസ്കൂൾ മാത്രം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് പഠിക്കും. ഞാൻ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലും രാജൻ പട്ടാമ്പി സംസ്കൃത ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നു. വീണ്ടും എന്നും കൂടെ വേർപിരിഞ്ഞു ഡിഗ്രിക്ക് തുടങ്ങിയപ്പോൾ. പിന്നെ വീണ്ടും ഒരുമിച്ച് ഗൾഫിൽ പോയി. ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ച് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് അത് രസമല്ല, ഞങ്ങൾ ഒരു 5 പേര് ഒരുമിച്ചാണ് പാസ്പോർട്ട് എടുത്തത്. ആ 5 പേരും ഗൾഫിൽ പോയി. അതിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ചാ പോയതെന്ന് മാത്രം. വായനശാല പ്രവർത്തനങ്ങളിലും സാക്ഷരതാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ചായിരുന്നു. 2 പേരും പാരലൽ കോളേജ് അധ്യാപകരുമായി പ്രവർത്തിച്ചു. ആദ്യം ജോലിയിൽ പ്രവേശിച്ചത് രാമചന്ദ്രനാണ്. അധികം കാത്തിരിക്കാതെ രാജനും ജീവനക്കാരനായി. 2 പേർക്കും ഒരേ ഡിപ്പോയിൽ തന്നെ വർഷങ്ങളോളം ജോലി ചെയ്യാനുമായി. അങ്ങനെ ഒപ്പമുണ്ടായിരുന്ന കാലത്തെ പല ഓർമ്മകളും ഇവർക്ക് ഓർമ്മിച്ചെടുക്കാനുണ്ടിപ്പോൾ. കുട്ടിക്കാലം മുതൽ കൈകോർത്ത് നടന്ന ദൃഢമായ സൗഹൃദം റിട്ടയർമെന്റ് കാലത്തും കാത്തുസൂക്ഷിക്കുകയാണ് ഇരുവരും. ന്യൂസ് 18 പാലക്കാട്. KSYM പരിസ്ഥിതി പഠന ശിബിരം 28 മുതൽ 30 വരെ ഇടുക്കി നെടുങ്കണ്ടം കരുണ പാസ്റ്റർ സെന്ററിൽ നടക്കും. കൈൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പഠന ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കും. പഠന ശിബിരത്തിന്റെ ലോഗോ പ്രകാശനം ഇടുക്കി രൂപത വികാരി ജനറൽ ജോസ് പ്ലാച്ചിക്കൽ നിർവഹിച്ചു. KSYM സംസ്ഥാന പ്രസിഡന്റ് MJ മാനുവൽ അധ്യക്ഷത വഹിച്ചു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിപണിയിൽ ഇപ്പോൾ മത്തിയാണ് രാജാവ്. കിലോയ്ക്ക് 320 രൂപയാണ് വില. മത്സ്യവില വർദ്ധിച്ചതോടെ വിൽപ്പനയും കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്.
മത്തിക്കിപ്പോൾ നല്ല ഡിമാൻഡാണ്. 320 രൂപയാണ് വില. ട്രോളിംഗ് നിരോധനം വന്നതോടെയുള്ള മീനിന്റെ വിലയാകട്ടെ കുത്തനെ ഉയരുകയായിരുന്നു. ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് നിരോധനം വന്നതോടെ ചെറുവള്ളങ്ങളിലാണ് മത്സ്യബന്ധനം. ട്രോളിംഗ് കാരണം 320 മത്തി. പൊതുവെ മത്തി നമ്മളെ കടലിൽ കിട്ടുകയില്ല. ഇപ്പം അത്യാവശ്യം പിടിക്കുന്നതിന് നല്ല വിലയുണ്ട്. സാധനം നല്ല കിണറിലെ നല്ല മത്തിയ. വില വർദ്ധിച്ചെങ്കിലും മാർക്കറ്റിൽ കൂടുതൽ വിൽപ്പന നടക്കുന്നത് മത്തിക്ക് തന്നെയാണ്. വില ഉയർന്നു നിന്നാൽ അത് സാധാരണക്കാരെ വലയ്ക്കുകയും ചെയ്യും. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. ന്യൂസ് 18 വടകര. പാലക്കാട് പടിഞ്ഞാറെ കൊടുമുണ്ട സ്കൂളിലെ മുടങ്ങിക്കിടക്കുന്ന ലാബ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം. 7 വർഷമായി ശോചനീയാവസ്ഥ നേരിടുന്ന കെട്ടിടം പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടലാണ് വേണ്ടത്. 1,80,00,000 രൂപ ഫണ്ട് വകയിരുത്തിയാണ് തൃത്താല പരുതൂർ പഞ്ചായത്തിലെ വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലാബ് നിർമ്മാണം തുടങ്ങിയത്. മാസങ്ങൾക്കുള്ളിൽ കെട്ടിടത്തിന്റെ 80% പ്രവൃത്തി പൂർത്തിയായി. നിലവിൽ പരിപാലനമില്ലാതെ കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. അടച്ചുറപ്പില്ലാതെ കിടക്കുന്ന കെട്ടിടം സുരക്ഷാ ഭീഷണിക്ക് ഇടയാക്കുന്നതായാണ് പരാതി. നമ്മുടെ മുൻ MLA VT ബൽറാം അവർ നമുക്ക് സംഭാവന ചെയ്ത ഒരു മനോഹരമായ ബിൽഡിംഗ് ആണ്, ഒരു ലാബ് കെട്ടിടമാണ്. ഇതിനിപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത്. ലാബ് സംവിധാനമില്ലാത്തത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ബാധിക്കും. നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു കെട്ടിടമാണ്, ലാബ് കെട്ടിടം. 1,08,00,000 രൂപയ്ക്ക് പാസ്സായതാണ്. ഇന്നേ വരെ അത് പണി കഴിഞ്ഞിട്ടില്ല. കൊല്ലം ഒരു 6-7 കൊല്ലമായി ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾക്കൊരു മന്ത്രി കിട്ടിയേക്ക് ഞങ്ങൾ സന്തോഷമാണ്. ഈ ബിൽഡിംഗ് വേഗം പണി ചെയ്യുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വല്ല പാമ്പുകളൊക്കെ വന്നിട്ട് ഇനി വല്ല കുട്ടികൾക്ക് വല്ല അപകടം പറ്റിയതിന് ശേഷമാണ് ഇത് നേരാക്കലുണ്ടാവുള്ളൂ എന്ന അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഈ വരുന്നത്. ഈ ബിൽഡിങ് കുറേ കാലമായി കിടക്കുന്നു, ഒരു 6-7 വർഷമായി ഉണ്ടാവും. അപ്പോൾ ഈ മന്ത്രിയായിട്ട് പോലും ഈ ബിൽഡിംഗ് നേരാക്കാനുള്ള തയ്യാറെടുപ്പോടെ നടക്കുന്നില്ല. 2 നില കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ബാക്കി പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി അടിയന്തരമായി കെട്ടിടം തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തൃത്താല. യൂട്യൂബറുടെ ആത്മഹത്യയിൽ സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകും. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് ആത്മഹത്യ ചെയ്തത്. ബേബി വിനോദ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇന്നലെയായിരുന്നു ഈ ഒരു യൂട്യൂബറായ യുവതി ആത്മഹത്യ ചെയ്തത്. സൈബർ ആക്രമണമാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയോ, എന്താണ് അറിയാൻ സാധിച്ചത്? ഭവ്യ, ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി. യുവാവുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സജീവമായിട്ടുള്ള യുവാവാണ്, യൂട്യൂബറാണ്. അവർക്ക് നേരത്തെ തന്നെ ഈ പരിചയം ഉണ്ടാവുകയും പിന്നീട് ബന്ധം ഉപേക്ഷിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ ഈ പേജിന് താഴെ മോശം കമന്റുകൾ വന്നു തുടങ്ങിയത് പോലീസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. 2 പേരുടെയും പേജിന് താഴെ ഇത്തരത്തിലുള്ള ആരാധകരുടെ കമന്റുകൾ, അത് ഏറ്റവും കൂടുതൽ അധിക്ഷേപകരമായ കമന്റുകൾ എത്തിയത്. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയും പോലീസിന്റെ അന്വേഷണവും. സൈബർ വിഭാഗം ഇതിനകം തന്നെ പെൺകുട്ടിയുടെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നിന്ന് തേടുന്നുണ്ട്. യുവാവിനെ പൂജപ്പുര പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തു. ശരി, നന്ദി. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രശസ്ത വിദ്യാഭ്യാസ ബ്രാൻഡായ IBS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടത്തി. ലോജിസ്റ്റിക്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീമുകളിലെ 450-ലധികം വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. IBS ഗ്രൂപ്പിന്റെ 124ാമത്തെ ബാച്ചിന്റെ ചടങ്ങാണ് നടത്തിയത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവൻ 52,880. 18 ക്യാരറ്റ് ഗ്രാമിന് 5515, പവന് 44,120. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു. നമസ്കാരം.